Hi all, welcome to another video of Business Economics. ഈ വീഡിയോയിൽ ബിസിനസ് എക്കണോമിക്സിന്റെ സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോയിൽ കോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം എന്താണ് പ്രൊഡക്ഷൻ നോക്കാം. പ്രൊഡക്ഷൻ സിംപ്ലി മീൻസ് കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ഔട്ട്പുട്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻപുട്ടുകളെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഇൻപുട്ട്, എന്താണ് ഔട്ട്പുട്ട്? All those things which firm buys and employs to produce particular product are known as input. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേം യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ആകെ പറയുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ദെൻ ഈ ഇൻപുട്ടൊക്കെ യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. In economic sense, production is the process of transforming tangible and intangible inputs into goods or services. Economic സെൻസിൽ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആയ ഇൻപുട്ടുകളെ ഗുഡ്സ് ഓർ സർവീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻപുട്ടിനെ എല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്ത ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് ഇൻപുട്സ് അറിയപ്പെടുക. Next one is concept of production function. Production function shows the functional relationship between physical inputs and physical output of a commodity. ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഫിസിക്കൽ ഇൻപുട്ടും ഫിസിക്കൽ ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പം Q is equal to function of LKT to N എന്ന് കാണിക്കും. ഇനി എന്താണ് ഇതെന്ന് നമുക്കൊന്ന് നോക്കാം. Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. സോ ഔട്ട്പുട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് L ഫോർ ലേബർ, L യൂസ് ചെയ്തിരിക്കുന്നത് ലേബർ, K ഫോർ ക്യാപിറ്റൽ, T ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് N സൂചിപ്പിക്കുന്നത് ഓൾ അതർ ഫാക്ടേഴ്സ് എംപ്ലോയിഡ് ഫോർ പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷന് വേണ്ടി എംപ്ലോയ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള ഫാക്ടേഴ്സിനെ എല്ലാമാണ് N കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ എല്ലാം ഫംഗ്ഷൻ ആണെന്നാണ് ഇക്വേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ ആണ് കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന് മെയിൻ ആയിട്ട് 3 കൺസെപ്റ്റുകളാണുള്ളത്. അത് ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്. ഇനി ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു ഫേം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ടോട്ടൽ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. Okay, total product refers to the total quantity of goods produced by a firm during a given period of time. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു ഫേം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ആകെ പ്രൊഡക്റ്റുകളുടെ ക്വാണ്ടിറ്റിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ആണ് ആവറേജ് പ്രൊഡക്റ്റ്. ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ input. It is obtained by dividing total product by quantity of variable factors. ഒരു വേരിയബിൾ ഫാക്ടർ കൊണ്ട് എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആവറേജ് പ്രൊഡക്റ്റ് കൊണ്ട് സൂചിപ്പിക്കുക. സോ ആവറേജ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ്, ആ പ്രൊഡക്റ്റിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ ആണ് മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഡ്യൂ ടു 1 യൂണിറ്റ് ചേഞ്ച് ഇൻ ദ വേരിയബിൾ ഫാക്ടർ. വേരിയബിൾ ഫാക്ടറിൽ ഒരു യൂണിറ്റിൽ ചേഞ്ച് വരുമ്പം അഡീഷണൽ ആയിട്ട് എത്ര പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടോ അതിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ 10 യൂണിറ്റ് ഓഫ് ലേബർ യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ 100 പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഒരു ലേബറേയും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് 11 ലേബറെ കൊണ്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ 110 ആണ് വരുന്നതെങ്കിൽ ആ 100നും 110നും ഇടയിൽ വന്നിട്ടുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, 10 ഇൻക്രീസ് അല്ലേ നടന്നിരിക്കുന്നത്, 10 യൂണിറ്റ്സിന്റെ ഇൻക്രീസ് ആണ് നടന്നിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു അഡീഷണൽ വേരിയബിൾ ഫാക്ടർ യൂസ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന പ്രൊഡക്ഷൻ എത്രയാണോ അതിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി വരുന്ന ഏരിയ ആണ് പ്രൊഡക്ഷൻ ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിലെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? Production in the short run refers to the process of making goods and services in a time period where at least one factor of production is fixed or cannot be changed. ഷോർട്ട് റൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഷോർട്ട് റൺ പീരീഡ് അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് ആ കാലയളവിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എങ്കിലും ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 2
ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും യൂസ് ചെയ്യുന്ന ഒരു ടൈം പീരീഡിനാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. ആ കാലയളവിൽ കുറച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേരിയബിൾ ആയിരിക്കും, കുറച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സ്ഡ് ആയിരിക്കും, എല്ലാം വേരിയബിൾ ആയിരിക്കില്ല. ആ ഒരു ടൈം പീരീഡിനാണ് ഷോർട്ട് റൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In the short run, businesses can change some inputs like labor or raw materials, but cannot fully change others, such as factory space or machinery. അതായത് ഈ ഷോർട്ട് റൺ എന്ന് പറയുന്ന കാലയളവിൽ ഫേമിന് ചില ഫാക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം. അതായത് റോ മെറ്റീരിയൽസ്, ലേബർ, ഇങ്ങനെയുള്ള വേരിയബിൾ ഫാക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാം. എന്നാൽ ഫിക്സഡ് ഫാക്ടേഴ്സിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ വേണ്ടി പറ്റില്ല ഇൻ ഓർഡർ ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. സോ അങ്ങനെയുള്ള ഒരു കാലയളവിനെയാണ് ഷോർട്ട് റൺ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഷോർട്ട് റൺ കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫേമിന് ചില ഫാക്ടേഴ്സ് മാത്രമേ മാറ്റാൻ വേണ്ടി സാധിക്കുള്ളൂ. ചില ഫാക്ടേഴ്സിൽ മാത്രമേ ഇൻക്രീസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ചില ഫാക്ടേഴ്സ് ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കും. സോ ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്, വേരിയബിൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്. ഈ ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് എക്സാമിൻ ചെയ്താൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാവും. അപ്പം അടുത്തത് നമ്മൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്നാണ് നോക്കുക. ഇത് പല പേരിൽ അറിയപ്പെടും. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, റിട്ടേൺസ് ടു എ ഫാക്ടർ, ഇങ്ങനെ പല പേരിൽ ഈ ലോ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് നോക്കാം. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് വൺ ഫാക്ടർ വിച്ച് ഈസ് വേരിയബിൾ is used more and more, keeping the other factors constant, the total output will increase at an increasing rate in the beginning and then at a diminishing rate and eventually decreases absolutely. ഓക്കെ, ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇപ്പം ഒരു ഫാക്ടർ കൂടുതലായി യൂസ് ചെയ്തുകൊണ്ടേയിരുന്നാൽ ഒരു വേരിയബിൾ ഫാക്ടർ, ഒരേ ഒരു വേരിയബിൾ ഫാക്ടർ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ലേബർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഫാക്ടറാണ് എടുക്കുക. ബാക്കി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആണ്, യൂസ് ചെയ്യുന്ന അത്ര തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. മെഷീനറി ആയാലും ഇപ്പം റോ മെറ്റീരിയൽ ആയാലും എല്ലാ ഫാക്ടേഴ്സും യൂസ് ചെയ്ത അതേ രീതിയിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ഫാക്ടർ മാത്രം അഡീഷണൽ ആയിട്ട് കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളിവിടെ എക്സാമ്പിളിന് ലേബർ പറയുന്നു. ലേബർ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഫാക്ടറിനെ അഡീഷണലി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ പ്രൊഡക്ഷനിൽ എന്ത് വ്യത്യാസമാണ് വരിക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ സ്റ്റഡി നടത്തുക. അപ്പോൾ പ്രൊഡക്ഷനിൽ പറയുന്നത് അറ്റ് ഫസ്റ്റ് ദ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കൂടിക്കൊണ്ടേയിരിക്കും. അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലേബറിനെ ഇൻക്രീസ് ചെയ്യുമ്പം കിട്ടുന്ന ടോട്ടൽ പ്രൊഡക്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഒരു ലേബറിനെയും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പം ആദ്യത്തെ സ്റ്റേജിൽ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഈ വേരിയബിൾ ഇൻപുട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. പക്ഷെ എന്താണ്? ഒരു ഡിമിനിഷിങ് റേറ്റിലായിരിക്കും ഇൻക്രീസ് ചെയ്യുക. അതായത് ആദ്യം 4 ഇൻക്രീസ് ചെയ്യും, പിന്നെ വരുമ്പോൾ ചിലപ്പോൾ 3 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും. പക്ഷെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷെ അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ദെൻ അഗെയിൻ വീണ്ടും നമ്മൾ ഈ വേരിയബിൾ ഇൻപുട്ട് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കിടക്കുക. എന്താണ്? ടോട്ടൽ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും, ഇവൻച്വലി ഡിക്രീസസ്. ഓക്കെ, ടോട്ടൽ പ്രൊഡക്ഷൻ പിന്നെ കുറഞ്ഞുകൊണ്ടേ വരുള്ളൂ. നമ്മൾ ഒരേ വേരിയബിൾ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആഡ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? ദ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. സെക്കൻഡ് സ്റ്റേജിൽ ഇറ്റ് വിൽ ഇൻക്രീസ് അറ്റ് ഡിമിനിഷിങ് റേറ്റ്. തേർഡ് സ്റ്റേജിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യും എന്നാണ് ഈ ലോ പ്രകാരം പറയുന്നത്. ഈ ഷെഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഷെഡ്യൂൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് വേരിയബിൾ ഇൻപുട്ട്, വർക്കർ എന്ന വേരിയബിൾ ഇൻപുട്ട് ആണ് ഇവിടെ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. നെക്സ്റ്റ് കോളത്തിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഉണ്ട്,
നെക്സ്റ്റ് കോളം ആവറേജ് പ്രൊഡക്റ്റ്, ദെൻ മാർജിനൽ പ്രൊഡക്റ്റ്, ദെൻ ലാസ്റ്റ് കോളത്തിൽ റിമാർക്സ്, ഓരോ സ്റ്റേജസിനെ കുറിച്ച് ഏതാണ് ഫസ്റ്റ് സ്റ്റേജ് ഏതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വേരിയബിൾ ഇൻപുട്ട് 1 2 3 4 5 6 7 8 9 വരെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ വേരിയബിൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് ഫസ്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ദെൻ ടോട്ടൽ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് ആവറേജ് പ്രൊഡക്റ്റിലും വ്യത്യാസം വരും. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, നെക്സ്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റിൽ അഡീഷൻ വരുന്നതിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് 10 ഉണ്ടാവുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും 10 തന്നെയാണ്. ദെൻ ടോട്ടൽ പ്രൊഡക്റ്റ് 10ൽ നിന്ന് 24ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ അഡീഷണലി വന്ന 14, അതായത് 24 മൈനസ് 10 14, അതാണ് മാർജിനൽ പ്രൊഡക്റ്റ്. ദെൻ അഗെയിൻ 24ൽ നിന്ന് 34ലേക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ 39 മൈനസ് 24 15 ആയിരിക്കും മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് മനസ്സിലായല്ലോ. ഒരു വേരിയബിൾ ഇൻപുട്ടും കൂടി അഡീഷണൽ ആയിട്ട് വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്, അതാണ് മാർജിനൽ പ്രൊഡക്റ്റ്. ഓക്കെ, 3 യൂണിറ്റ് ഓഫ് വർക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ 39 ആയിരുന്നു ടോട്ടൽ പ്രൊഡക്റ്റ്. 4 യൂണിറ്റ് ഓഫ് വർക്കർ യൂസ് ചെയ്തപ്പോൾ അത് 56 ആയി. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് വിൽ ബി 56 മൈനസ് 39. 56ൽ നിന്ന് 39 മൈനസ് ചെയ്താൽ 17 ആയിരിക്കും മാർജിനൽ പ്രൊഡക്റ്റ്. സോ ഇതാണ് ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജ് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വേരിയബിൾ ഇൻപുട്ട് 4 വേരിയബിൾ ഇൻപുട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈം വരെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിൽ നമുക്ക് കാണാം ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 24 39 56. ദെൻ ആവറേജ് പ്രൊഡക്റ്റ് ഓൾസോ ഇൻക്രീസ് ചെയ്യുന്നു. 10 12 13 14 എന്ന് പറഞ്ഞ ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് നോക്കാം. മാർജിനൽ പ്രൊഡക്റ്റ് 10 14 15 17 ഇൻക്രീസ് ചെയ്യുകയാണ്. മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെ. റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റിൽ കാണിക്കുക. റേറ്റ് ഓഫ് ഇൻക്രീസ് നോക്കുക 10 14 15 17 കൂടിക്കൊണ്ടേയിരിക്കുക. സോ ഫസ്റ്റ് സ്റ്റേജിൽ ഇതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. സോ ആ ഫസ്റ്റ് സ്റ്റേജിൽ ആവറേജ് പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇൻപുട്ട് ഫാക്ടർ 5 6 7 വരുന്നതാണ് രണ്ടാമത്തെ സെക്കൻഡ് സ്റ്റേജ്. ഇതിൽ നമുക്ക് കാണാം അതിലും ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. 70 78 84. ഓക്കെ, 70 78 84 ടോട്ടൽ പ്രൊഡക്റ്റ് രണ്ടാമത്തെ സ്റ്റേജിലും ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു മാർജിനൽ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. 70 നിന്ന് 78ലേക്ക് ആകുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് 8. 56ൽ നിന്ന് 70ലേക്ക് വന്ന 14 ഉണ്ടായിരുന്ന മാർജിനൽ പ്രൊഡക്റ്റ്. ദെൻ 70ൽ നിന്ന് 78ലേക്ക് വന്നപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് 8 ആയി. 78 ടു 84ലേക്ക് വന്നപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് 6. സോ ഈ സെക്കൻഡ് സ്റ്റേജ് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യാണ്. 14 8 6 കുറഞ്ഞു വരുവാണ്. ദാറ്റ് മീൻസ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കുറഞ്ഞു വരുവാണ്. അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റും ഡിക്രീസ് ചെയ്യാണ് സെക്കൻഡ് സ്റ്റേജിൽ. 14 13 12 ആവറേജ് പ്രൊഡക്റ്റും ഡിക്രീസ് ചെയ്യാണ്. അതാണ് സെക്കൻഡ് സ്റ്റേജ്. ഇനി തേർഡ് സ്റ്റേജ് നോക്കാം. സെക്കൻഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസസ് അറ്റ് ഡിക്രീസിങ് റേറ്റ് കഴിഞ്ഞതിന് ശേഷം എഗെയിൻ ഈ വേരിയബിൾ ഇൻപുട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 9 ആ സ്റ്റേജ് വീണ്ടും വേരിയബിൾ ഇൻപുട്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിന് എന്താ സംഭവിക്കുക? 84 81 ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ വരുന്നത്. 84 ദെൻ 81ലേക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ആവറേജ് പ്രൊഡക്റ്റും ഡിക്രീസ് ചെയ്യുന്നു. ദെൻ മാർജിനൽ പ്രൊഡക്റ്റിൽ ശ്രദ്ധിക്കുക. മാർജിനൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് 8 എന്നുള്ള ഇൻപുട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയിരുന്നു. ദെൻ വീണ്ടും അഡീഷണലി ഒരു വേരിയബിൾ ഇൻപുട്ടും കൂടി ആഡ് ചെയ്തപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് -3 ആയി.
ഓക്കെ, നെഗറ്റീവ് ഇമ്പാക്റ്റ് വരികയാണ്. അതാണ് തേർഡ് സ്റ്റേജ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രൊഡക്റ്റ് കുറഞ്ഞു. സോ തേർഡ് സ്റ്റേജിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്: ടോട്ടൽ പ്രൊഡക്റ്റ് കുറയും, ആവറേജ് പ്രൊഡക്റ്റ് കുറയും, മാർജിനൽ പ്രൊഡക്റ്റ് ബിക്കം നെഗറ്റീവ്. ഓക്കെ, മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയതിനു ശേഷം വീണ്ടും അഡീഷണലി ഇൻപുട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് വിൽ ബിക്കം നെഗറ്റീവ്. ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ 3 സ്റ്റേജുകൾ. ഇത് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹിയർ ഈ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സ് ആക്സിസിൽ വേരിയബിൾ ഫാക്ടർ ആണ് കാണിച്ചിട്ടുള്ളത്, വൈ ആക്സിസിൽ ഔട്ട്പുട്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് ആദ്യത്തെ ഒരു ലൈൻ വരെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാം ഇൻക്രീസ് ചെയ്യാണ്. എന്തൊക്കെയാണ്? ടി പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷൻ, എ പി ആവറേജ് പ്രൊഡക്റ്റ്, എം പി മാർജിനൽ പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് 3 ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും, ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും, ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഓൾസോ ഇൻക്രീസ്. ഇവിടെ നോക്കുക, മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും ആദ്യത്തെ സ്റ്റേജിൽ. ഓക്കെ, ദെൻ ഫസ്റ്റ് സ്റ്റേജ് എവിടം വരെ ഉണ്ടാവുക? ഫസ്റ്റ് സ്റ്റേജ് ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാവുക. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആയി കഴിഞ്ഞാൽ ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കും. സെക്കൻഡ് സ്റ്റേജിലും ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. പക്ഷെ നമുക്ക് ആ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാവും ഇൻക്രീസ് അറ്റ് ഡിക്രീസിങ് റേറ്റ്. ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കുറഞ്ഞു വരികയാണ്. ഓക്കെ, ദെൻ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം എത്തുന്ന പോയിന്റ് വരെ സ്റ്റേജ് 2 വരും. ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം എത്തുന്നു എന്ന് പറയുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് 0 വരെ എത്തുന്ന സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആവറേജ് പ്രൊഡക്റ്റ് ഓൾസോ ഡിക്രീസ്. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും സെക്കൻഡ് സ്റ്റേജിൽ കുറയും. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് അഡീഷൻസ് നടത്തിയാലും, എന്ത് അഡീഷണൽ ഇൻപുട്സ് ആഡ് ചെയ്താലും ടോട്ടൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യും. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് വിൽ ബിക്കം നെഗറ്റീവ്. മാർജിനൽ പ്രൊഡക്റ്റ് 0 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നെഗറ്റീവ് ആയി പോവും. ആവറേജ് പ്രൊഡക്റ്റും ഡിക്രീസ് ചെയ്യും. ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യില്ല, മീൻസ് 0 ആവില്ല. കാരണം ടോട്ടൽ പ്രൊഡക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് ആണല്ലോ നമ്മൾ ആവറേജ് പ്രൊഡക്റ്റ് ആയിട്ട് പറയും. നമ്മൾ നമ്പർ ഓഫ് ഇൻപുട്സ് ആവറേജ് പ്രൊഡക്റ്റ് ആയിട്ട് പറയാം. സോ ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു നമ്പർ എങ്കിലും ഉണ്ടെങ്കിൽ ആവറേജ് പ്രൊഡക്റ്റ് ഒരു ചെറിയ നമ്പർ ആയിട്ട്, പോസിറ്റീവ് നമ്പർ ആയിട്ട് കാണും. അതുകൊണ്ട് തന്നെ ആവറേജ് പ്രൊഡക്റ്റ് ഒരിക്കലും എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യില്ല. ബട്ട് എം പി മാർജിനൽ പ്രൊഡക്റ്റ് വിൽ ബിക്കം നെഗറ്റീവ്. മാർജിനൽ പ്രൊഡക്റ്റ് എക്സ് ആക്സിസിന് കണ്ടോ അതിന്റെ താഴോട്ട് പോകുന്നുണ്ട്, നെഗറ്റീവ് ഏരിയയിലേക്ക് പോകുന്നുണ്ട് തേർഡ് സ്റ്റേജിൽ. ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അത് 3 സ്റ്റേജ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക. നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഇൻ ദ ലോങ് റൺ നോക്കാം. ലോങ് റൺ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം പീരീഡിലെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നാണ്. ലോങ് ടൈം പീരീഡിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം വേരിയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ലോങ് റണ്ണിൽ ചേഞ്ച് ആവും. ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പോലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല. So production in the long run refers to the period of time when all factors of production like land, labor, capital can be changed. When all input factors are changed, output will change in a peculiar manner. എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷനിൽ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്ന വേറൊരു രീതിയിലായിട്ട് പെക്യുലർ മാനറിലാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ കൊണ്ടാണ്. ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ലോങ് റൺ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ ദ ലോങ് പീരീഡ് ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ഓൾ ദ ഇൻപുട്ട് ഫാക്ടേഴ്സ്. എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇൻ ദ ലോങ് റൺ. ആൻഡ് ദ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് കൺസേൺഡ് വിത്ത് ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇപ്പൊ ഈ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടല്ല, പകരം സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആണ് അതിന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിട്ടേൺസ് ടു സ്കെയിൽ? റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ആസ് ഓൾ ഫാക്ടേഴ്സ് ചേഞ്ചസ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. നമ്മളുടെ ഇൻപുട്ട് ഫാക്ടേഴ്സ് ഒരു ഇൻപുട്ട് ഫാക്ടർ ചേഞ്ച് ചെയ്യുന്നതല്ല,
ഇൻപുട്ട് ഫാക്ടേഴ്സ് ഒരേ പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന വ്യത്യാസത്തിനെയാണ് ടേം റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഷോർട്ട് റണ്ണിൽ ഒരു വേരിയബിൾ ഫാക്ടർ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടുള്ളതാണ് സ്റ്റഡി നടത്തിയത്. എന്നാൽ ലോങ് റണ്ണിൽ ഒന്നിലധികം ഫാക്ടേഴ്സ്, എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നിലധികം ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ, അതും ഈക്വൽ പ്രൊപ്പോർഷനിൽ, ഒരുപോലെ ഒരേ പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷനിൽ വരുന്ന വ്യത്യാസം സ്റ്റഡി നടത്തുന്നതാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിട്ടേൺസ് ടു സ്കെയിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോങ് പീരീഡിലെ പ്രൊഡക്ഷൻ സ്റ്റഡി നടത്തുന്നത്. സോ ഈ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിലിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഒന്നാമത്തെ അസംഷൻ ആണ് എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. ദർ ആർ നോട്ട് ചേഞ്ചസ് ഇൻ ടെക്നോളജി, അല്ലെങ്കിൽ ദർ ആർ നോട്ട് ടെക്നോളജിക്കൽ ചേഞ്ചസ്. ഈ ടൈം പീരീഡിനുള്ളിൽ ടെക്നോളജിയിലൊന്നും ഒരു അപ്ഡേഷനോ ചേഞ്ചസോ ഒന്നും വന്നിട്ടില്ല. Then there is perfect competition. Next one, the output is measured in quantities. Output quantity ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. Then a worker works with given tools and implements. ഈ കാലയളവിൽ, നമ്മൾ സ്റ്റഡി നടത്തുന്ന കാലയളവിൽ ഒരു വർക്കർ യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അതിലും ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഈ അസംഷൻ ബേസ് ചെയ്തിട്ടാണ് ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിലും 3 സ്റ്റേജസ് ആയിട്ടാണുള്ളത്. ഇൻക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ്, ഡിക്രീസിങ് റിട്ടേൺസ്. ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് ലോങ് റണ്ണിലെ പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ടേബിൾ നോക്കിയിട്ട് നമുക്ക് 3 സ്റ്റേജസ് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ 8 സിറ്റുവേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ കോളത്തിൽ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഇൻപുട്ട് ഫാക്ടേഴ്സ് ഇവിടെ വർക്കേഴ്സ് ആൻഡ് ലാൻഡ്, വർക്കറും ലാൻഡും, ഈ 2 ഇൻപുട്ട് ഫാക്ടേഴ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് കോളത്തിൽ ടോട്ടൽ റിട്ടേൺസ് കാണാം, അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ. ദെൻ മാർജിനൽ റിട്ടേൺസ്. ലാസ്റ്റ് കോളത്തിൽ സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1, 2, 3 3 സിറ്റുവേഷൻസ് വരുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. വേർ ഫസ്റ്റ് സിറ്റുവേഷനിൽ 1 വർക്കറും 2 acres ഓഫ് ലാൻഡും യൂസ് ചെയ്തിട്ട് ടോട്ടൽ റിട്ടേൺസ് 4 കിട്ടി, മാർജിനൽ റിട്ടേൺസും 4. നെക്സ്റ്റ് 2 വർക്കേഴ്സും 4 acres ഓഫ് ലാൻഡുമായിട്ട് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. നോക്കാം, ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഒരു വർക്കറിനെ 2 ആക്കി, ഇരട്ടിയാക്കി. 2 acres ഓഫ് ലാൻഡിനെ 4 acres ഓഫ് ലാൻഡ് ആക്കി, അല്ലെ? അപ്പൊ ഇൻപുട്ട് ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് ഈക്വൽ പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ടോട്ടൽ റിട്ടേൺസ് 10 ആയി, 4ൽ നിന്ന് 10 ആയി. ദെൻ മാർജിനൽ റിട്ടേൺസ് അപ്പം 6 ആയിരിക്കും, അല്ലെ? മാർജിനൽ റിട്ടേൺസ് എങ്ങനെ കണ്ടുപിടിക്കുക? 10 - 4 ചെയ്താൽ നമുക്ക് മാർജിനൽ റിട്ടേൺസ് കിട്ടും. ഓക്കെ, ദെൻ മൂന്നാമത്തെ കേസിൽ 3 വർക്കേഴ്സ് പ്ലസ് 6 acres ഓഫ് ലാൻഡ്, അത് ഈക്വൽ പ്രൊപ്പോർഷനിൽ തന്നെയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സോ 3 വർക്കറും 6 acres ഓഫ് ലാൻഡ് യൂസ് ചെയ്തിട്ട് ടോട്ടൽ റിട്ടേൺസ് 18 ആയി, മാർജിനൽ റിട്ടേൺ 8. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകത എന്താ? അതിന് ഇൻക്രീസിങ് റിട്ടേൺസ് എന്നാ പറയാ. ഇവിടെ ടോട്ടൽ റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യാണ്, 4, 10, 18, അല്ലെ? ടോട്ടൽ റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാർജിനൽ റിട്ടേൺസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാർജിനൽ റിട്ടേൺസ് 4, 6, 8 അതും ഇൻക്രീസ് ചെയ്യാണ്. ഇതാണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത. ദാറ്റ് ഈസ് ടോട്ടൽ റിട്ടേൺസ് ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, അല്ലെ? ടോട്ടൽ റിട്ടേൺസ് കൂടുന്നുണ്ട്, ആ കൂടുന്ന റേറ്റും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. 4, 6, 8 എന്ന് പറഞ്ഞുകൊണ്ട് മാർജിനൽ റിട്ടേൺസ് കൂടുന്നുണ്ട്. സോ അതാണ് ഫസ്റ്റ് സ്റ്റേജ്, ഇൻക്രീസിങ് റിട്ടേൺസ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിലോട്ട് നോക്കാം. 4 വർക്കേഴ്സും 8 acres ഓഫ് ലാൻഡും, ടോട്ടൽ റിട്ടേൺസ് 28, മാർജിനൽ റിട്ടേൺസ് 10. ദെൻ അഗെയിൻ 5 വർക്കേഴ്സും 10 acres ഓഫ് ലാൻഡും, ടോട്ടൽ റിട്ടേൺസ് 38, മാർജിനൽ റിട്ടേൺസ് അഗെയിൻ 10. ഇതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ടോട്ടൽ റിട്ടേൺസ് ഇൻക്രീസ് ആവുന്നുണ്ട്, 28ൽ നിന്ന് 38ലേക്ക് മാറുന്നുണ്ട്. എന്നാൽ മാർജിനൽ റിട്ടേൺസ് സെയിം തന്നെയായിരിക്കും. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻപുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അഡീഷണലി വരുന്ന പ്രൊഡക്റ്റിന്റെ റിട്ടേൺസ് അല്ലെങ്കിൽ അഡീഷണൽ റിട്ടേൺസ് ഈക്വൽ തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റേജിനെയാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ്, സ്റ്റേജ് ഓഫ് കോൺസ്റ്റന്റ് റിട്ടേൺസ് എന്ന് പറയുന്നത്. വേർ ടോട്ടൽ റിട്ടേൺസ് ഇൻക്രീസസ് ബട്ട് മാർജിനൽ റിട്ടേൺസ് റിമെയിൻസ് ദ സെയിം. ഇനി തേർഡ് സ്റ്റേജ് നോക്കാം. 6 വർക്കേഴ്സും 12 acres ഓഫ് ലാൻഡ് യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ റിട്ടേൺസ് 47, മാർജിനൽ റിട്ടേൺ 9.
ദെൻ 7 വർക്കറും 14 acres ഓഫ് ലാൻഡ് യൂസ് ചെയ്യുമ്പോൾ 55 ടോട്ടൽ റിട്ടേൺസ് ഉണ്ട്. മാർജിനൽ റിട്ടേൺ 8. ദെൻ 8 വർക്കേഴ്സും 16 acres ഓഫ് ലാൻഡ് യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ റിട്ടേൺ 61, മാർജിനൽ റിട്ടേൺ 6. ഈ ഒരു സ്റ്റേജിനെ ഡിക്രീസിങ് റിട്ടേൺസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ടോട്ടൽ റിട്ടേൺസ് നോക്കാം. 47, 55, 61. ടോട്ടൽ റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യുന്നത് തന്നെയാണ്, കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലെ. മാർജിനൽ റിട്ടേൺസ് 9, 8, 6 ആയിട്ട് കുറഞ്ഞു വരികയാണ്. ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കുറയുന്ന സ്റ്റേജ്, അതിനെയാണ് ഡിക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇൻക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ്, ഡിക്രീസിങ് റിട്ടേൺസ്. ഈ 3 സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടോട്ടൽ റിട്ടേൺസ് 3 സ്റ്റേജിലും ഇൻക്രീസ് ആവുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ മാർജിനൽ റിട്ടേൺസിൽ മാത്രമാണ് വ്യത്യാസം കാണിക്കുക. സ്റ്റേജ് 1ൽ മാർജിനൽ റിട്ടേൺസ് ഇൻക്രീസ് ചെയ്യും. സ്റ്റേജ് 2ൽ മാർജിനൽ റിട്ടേൺസ് കോൺസ്റ്റന്റ് ആയിരിക്കും. സ്റ്റേജ് 3ൽ മാർജിനൽ റിട്ടേൺസ് ഡിക്രീസിങ്, കുറയും. ഓക്കെ, ഇനി ഈ 3 സ്റ്റേജും ഇൻക്രീസിങ് റിട്ടേൺസും കോൺസ്റ്റന്റ് റിട്ടേൺസും ഡിക്രീസിങ് റിട്ടേൺസും നമുക്കൊരു ഐസോകെന്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സ് ആക്സിസിൽ നമ്മൾ ലേബറിനെ കാണിച്ചിട്ടുണ്ട്, വൈ ആക്സിസിൽ ക്യാപിറ്റലും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഫാക്ടേഴ്സ്, 2 ഇൻപുട്ട് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഒ പി എന്ന് പറഞ്ഞ ലൈന് ഇൻപുട്ട്, എത്രത്തോളം ഇൻപുട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ് ഒ പി. നെക്സ്റ്റ് ഓരോ കേർവ്സ് ഉണ്ട്, 100, 200, 300, 400, 500 എന്ന് പറയുന്ന കേർവ്സ് ഒക്കെ നമ്മുടെ ഔട്ട്പുട്ടുകളാണ്. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഈ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒ എ കണ്ടോ, ഒ പി എന്ന് പറഞ്ഞ ആ ലൈനിൽ ഒ എ എന്ന് പറഞ്ഞ ഗ്യാപ്പ് കണ്ടോ, അത്രയും ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് 100. ഓക്കെ, ദെൻ വീണ്ടും ഇൻപുട്ട് യൂസ് ചെയ്യുന്നു എ ബി എന്ന് പറഞ്ഞ ആ ഒരു സ്പേസ്. അത്രയും ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 200, അഡീഷണലി 100 യൂണിറ്റ് കൂടി ഇൻപുട്ട് കിട്ടി, ഔട്ട്പുട്ട് കിട്ടി. നെക്സ്റ്റ് വൺ ആണ് ബി സി അല്ലെ. ബി സി എന്ന് പറഞ്ഞ അഡീഷണൽ ഇൻപുട്ട് ആഡ് ചെയ്തു. ദെൻ അഗെയിൻ നമുക്ക് 300 വരെ ടോട്ടൽ ഔട്ട്പുട്ട് കിട്ടി. ദെൻ മാർജിനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അഡീഷണൽ ഔട്ട്പുട്ട് 100 തന്നെയാണ്. അതുപോലെ തന്നെ സി ഡി വരുമ്പോൾ 400, ഡി ഇ വരുമ്പോൾ 500. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഒരേ റേറ്റിലാണ് അല്ലെ. ഓരോ കേസിലും 100 വെച്ച് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആദ്യം ഒ എ എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, അത്രയും ഇൻപുട്ട് യൂസ് ചെയ്യുന്നപ്പോഴും 100 തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എ ബി എന്ന് പറഞ്ഞ അത്രയും ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോഴും 100 ഔട്ട്പുട്ടാണ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. ബി സി, സി ഡി, ഡി ഇ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇൻപുട്ട് യൂസ് ചെയ്യുന്ന കുറഞ്ഞു കുറഞ്ഞു വന്നാലും നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാർജിനൽ ഔട്ട്പുട്ട് കിട്ടുന്നത് 100 തന്നെയാണ്. അപ്പം ഒരേ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഇൻപുട്ട് യൂസ് ചെയ്യുന്ന കുറഞ്ഞു കുറഞ്ഞു വരുന്ന സ്റ്റേജ് ആണ് ഇൻക്രീസിങ് റിട്ടേൺസ്. അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസസ് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഇൻപുട്ട്. ഇൻപുട്ട് ഇൻക്രീസ് എന്ന പ്രൊപ്പോർഷനേറ്റിനേക്കാൾ കൂടുതലായിട്ട് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ എങ്ങനെ പറയാം, ഇൻ ഓർഡർ ടു ഗെറ്റ് ദ സെയിം ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ലെസർ ആൻഡ് ലെസർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ആർ യൂസ്ഡ് അല്ലെ. ഒരേ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് കുറഞ്ഞു 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 വരികയാണ്. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി രണ്ടാമത്തെ ഡയഗ്രാം നോക്കാം. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ കാണിക്കുന്നതാണ് ഈ ഡയഗ്രാം. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് ഒരുപോലെ റിട്ടേൺസ്, അഡീഷണൽ റിട്ടേൺസ് ഒരുപോലെയാണ് നമ്മൾ എത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് യൂസ് ചെയ്താലും കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം എ ബി, ബി സി, സി ഡി, ഡി ഇ ഈക്വൽ ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോൾ 100 100 100 വെച്ച് ഈക്വൽ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. നെക്സ്റ്റ് വൺ ആണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ ഡയഗ്രാം കാണിക്കുന്നത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിനെയാണ്. ഇവിടെ നമുക്ക് കാണാം ക്യാപിറ്റലും ലേബറും ഉണ്ട്. ദെൻ എ ബി, ബി സി, സി ഡി, ഡി ഇ എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻപുട്ട് കാണിക്കുന്നുണ്ട്, ഇൻപുട്ട് കാണിക്കുന്ന കേർവ് കാണിക്കുന്നുണ്ട്. ദെൻ അഗെയിൻ ഔട്ട്പുട്ട് 100, 200, 300, 400, 500. ഇവിടെ നമുക്ക് മനസ്സിലാവാം എ ബി എന്ന് പറഞ്ഞ അത്രയും ഇൻപുട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 100 ഔട്ട്പുട്ട് കിട്ടി.
ദെൻ എഗെയിൻ 100 ഔട്ട്പുട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബി സി അത്രയും ഇൻപുട്ട് യൂസ് ചെയ്യേണ്ടി വന്നു. വീണ്ടും 100 ഔട്ട്പുട്ടും കൂടെ കിട്ടാൻ വേണ്ടി സി ഡി അഗെയിൻ കൂടുതൽ ഇൻപുട്ട് യൂസ് ചെയ്യേണ്ടി വന്നു. ദെൻ ഡി ഇ വരുമ്പോൾ അഗെയിൻ കൂടുതൽ ഇൻപുട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 100 തന്നെയാണ്. സോ ഈക്വൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻപുട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന സ്റ്റേജിനെയാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരേ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, പക്ഷെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് കൂടുതലാണ്, ഓരോ പ്രാവശ്യവും കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെ 3 സ്റ്റേജസ്, ഓരോ സ്റ്റേജിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഐസോക്കൻ ഗ്രാഫ് ആയിട്ടാണ് ഇത് ഞാനിവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ടേബിളും ഈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3 സ്റ്റേജും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്സിൽ പറയാനുള്ളത്. എന്താണ് പ്രൊഡക്ഷന്, അതുപോലെ തന്നെ ഷോർട്ട് റൺ പ്രൊഡക്ഷനും ലോങ് റൺ പ്രൊഡക്ഷനും അതിന്റെ ഗ്രാഫും എക്സ്പ്ലനേഷനും 3 സ്റ്റേജസ് വെച്ചിട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. 2 കേസിനും 3 സ്റ്റേജസ് ആയിട്ടാണുള്ളത്, പക്ഷേ 3 സ്റ്റേജിലും ഡിഫറൻസസ് ഉണ്ട്, അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പം ഇതാണ് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പ്രീവിയസ് വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.